പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം പ്രകാരമാണ് പറയുന്നത്: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. അതിൻ്റെ പശ്ചാത്തലമൊക്കെയും നമുക്ക് നന്നായിട്ടറിയാം. നെഹമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹോവ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഹമ്യാവ് ശൂഷൻ രാജധാനിയിലായിരിക്കുമ്പോൾ താൻ ഒരു വാർത്ത കേട്ടു. ആമേൻ. അതിൻ്റെ 3-ാം വാക്യം നാം കാണുന്നുണ്ട്: യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടുകിടക്കുന്നു എന്നുള്ള വാർത്ത നെഹമ്യാവിൻ്റെ ചെവിയിൽ എത്തുവാനിടയായി. ഈ വർത്തമാനം കേട്ടപ്പോൾ താനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ. ഇതിൽ നിന്ന് വിടുതലിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചില വാർത്തകൾ, ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ നെഹമ്യാവ് സമയം കണ്ടെത്തുകയാണ്. താൻ വളരെ തിരക്കുള്ള ഒരു ജോലിയിലായിരിക്കുന്നത്. രാജാവിൻ്റെ രാജധാനിയിൽ ജോലിയിലായിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും ഇരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ ഓരോ സ്ഥാനത്താക്കുമ്പോൾ നമ്മുടെ സമയപരിധിയോ ഒന്നും അതിന് തടസ്സമാകാതെ കർത്താവ് ഉള്ളിൽ തരുന്ന ഭാരം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ 2-ാം അധ്യായം 17-ാം വാക്യം നാം വായിക്കുന്നു: വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിലുകൾ പണിയുക. ഹല്ലേലൂയ. ആ യെരുശലേമിൻ്റെ പണി നടത്തുവാനുള്ള വലിയൊരു ഭാരം താൻ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ 2-ന്റെ-18 വായിക്കുന്ന: അങ്ങനെ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ. അന്യോന്യം, ആമേൻ, ധൈര്യപ്പെടുത്തിക്കൊണ്ട്, കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ആ നല്ല പ്രവൃത്തിക്കായി നെഹമ്യാവ് മുന്നിട്ടിറങ്ങുകയാണ്. ആമേൻ. എന്നാൽ താൻ ആ പ്രവൃത്തിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ പല പ്രതികൂലങ്ങൾ തൻ്റെ മുൻപിൽ കടന്നു വന്നു. ഒരു ദൈവപ്രവൃത്തിക്കായി നാം തുനിയുമ്പോൾ, ഹല്ലേലൂയ, ചില ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ചില പണിക്ക് വേണ്ടി നാം താല്പര്യപ്പെടുമ്പോൾ ഏതെങ്കിലും പ്രതികൂലം കണ്ട് നമ്മൾ ക്ഷീണിച്ചു പോകുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ആമേൻ, ആ പ്രവൃത്തിക്കായി നമ്മളെ ഒരുക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും ചെയ്യുക. ഇവിടെ നാം കാണുന്നത് 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ: സൻബല്ലത്തും തോബിയാവും പരിഹസിച്ചു നിന്ദിച്ചു. ആമേൻ. പരിഹാസം, നിന്ദ ഒക്കെയും നേരിടേണ്ടി വന്നു. എന്നാൽ നെഹമ്യാവ് ക്ഷീണിച്ചു പോയില്ല, നെഹമ്യാവ് പിന്മാറിയില്ല. ആമേൻ. 2-ന്റെ-20 നാം വായിക്കുന്നത്: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. ഹല്ലേലൂയ. ആമേൻ. ചില പ്രതികൂലങ്ങൾ കണ്ട്, ചില നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ചില വാക്കുകൾ കേട്ട് നാം ക്ഷീണിച്ചു പോകുവാനല്ല. നാം ഓരോരുത്തരും വിവിധമായ നിലയിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മളെ ബലഹീനപ്പെടുത്തുന്ന പ്രതികൂല ശബ്ദങ്ങൾ, നിന്ദയും പരിഹാസവും ഒക്കെയും കടന്നു വരുമ്പോൾ ധൈര്യമായി പറയാൻ കഴിയും: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. കർത്താവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ഉയർന്നു വന്നാലും, ഏത് പരിഹാസം ഉയർന്നു വന്നാലും നമ്മൾക്ക് വേണ്ടി കാര്യം സാധ്യമാക്കി തരുന്ന ഒരു നല്ല കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. അതിൻ്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നത്: ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? മറ്റു പലരും നോക്കുമ്പോൾ
നാം ദുർബലരാണ്. ഹല്ലേലൂയ. പുറമേ നോക്കുമ്പോൾ നമ്മൾ അത്ര ബലമുള്ളവരല്ല. നാം ഏകരാണ്. ചിലപ്പോൾ ഒറ്റയായിരിക്കാം. ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഹല്ലേലൂയ. നാമും ചില പ്രത്യേക സാഹചര്യത്തിൽ ചില ദൈവപ്രവൃത്തിക്കായി തുടങ്ങുമ്പോൾ പല നിരുത്സാഹപ്പെടുന്ന വാക്കുകൾ കേട്ടെന്നിരിക്കാം. ആമേൻ. ഇവരെന്ത് ചെയ്യാൻ പോവുകയാണ്? വാട്ട് ആർ ദീസ് ഫീബിൾ ജൂസ് ഡൂയിങ്? ഹല്ലേലൂയ. എന്തു ചെയ്യാൻ പോകുന്നു? ആമേൻ. അതിനടുത്ത വാക്യത്തിൽ നാം വീണ്ടും വായിക്കുന്നു, തോബിയാവ് പറയുന്നു, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും. ആമേൻ. അവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്നാണ് തോബിയാവ് പറഞ്ഞതിൻ്റെ ആശയം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വാക്കുകളൊക്കെയും നമ്മുടെ ജീവിതാനുഭവത്തിൽ കേട്ടവര് ഈ ഉണ്ടായിരിക്കാം. ആമേൻ. ഇവര് ഹല്ലേലൂയ എന്തൊക്കെ ചെയ്താലും ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന, ആമേൻ, പറയുന്ന അനേക ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റുപാട് നിന്ന് ചിലപ്പോൾ കേട്ടെന്ന് വന്നേക്കാം. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഒരു പണിക്കായി പുറപ്പെട്ട നെഹമ്യാവ്, ഹല്ലേലൂയ, ആമേൻ, ഒരു മാന്യമായ ഒരു പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നെഹമ്യാവ്, ആമേൻ, തനിക്ക് അവധി ചോദിച്ച് ആ വലിയ ദൈവപ്രവൃത്തിക്കായി അല്ലെങ്കിൽ തിരക്കുള്ള ആ സാഹചര്യങ്ങളെ വിട്ട് താൻ ഇതിനു വേണ്ടി സമയം വേർതിരിച്ച് ആ പണിക്കായി ഒരുങ്ങി. അതിൻ്റെ 4-6 വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. സോ വി ബിൽഡ് ദ വോൾ. ഹല്ലേലൂയ. നമ്മുടെ വിഷയം, ആമേൻ, എഴുന്നേറ്റ് പണിയുക എന്നുള്ളതാണ്. ലെറ്റ് റൈസ് അപ്പ് ആൻഡ് ബിൽഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഒരു പണിക്കായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, സാഹചര്യങ്ങളോ നിന്ദയോ പരിഹാസമോ മറ്റു പ്രതികൂലങ്ങളോ ഒന്നും അതിനൊരു തടസ്സമാകാതെ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ച ആ പണി ചെയ്തെടുക്കുവാൻ ദൈവം സഹായിക്കും. അതിൻ്റെ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, ചില പ്രതിസന്ധികൾ നമ്മളെ ഒരു പണിക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ ആക്കുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ കാവൽ വളരെ ശക്തമാക്കിയേ പറ്റൂ. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ കാവൽക്കാരായി, ഹല്ലേലൂയ, തോളോട് തോൾ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, വലിയൊരു പണി നമ്മളെ കൊണ്ട് കർത്താവിന് ചെയ്യിക്കുവാൻ കഴിയും. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ഹല്ലേലൂയ. 4-23 വാക്യം നാം വായിക്കുന്നുണ്ട്, ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല, കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചിരുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കൊരിക്കലും ആയുധം മാറ്റിവെക്കുവാൻ, ആമേൻ, കഴിയില്ല. ദൈവം നമ്മളെ ഒരു പണിക്കായി കണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു വലിയ പണിക്കായി നിയോഗിക്കുമ്പോൾ ഏത് സമയത്തും ആ പണിയെക്കുറിച്ചുള്ള ആ ബോധ്യത്തോടെ നാം ആയിരിക്കണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ ഏത് സമയത്തും വളരെ ജാഗ്രതയോടെ ദൈവം നമ്മളെ ഏത് പണി ഏൽപ്പിച്ചിരിക്കുന്നുവോ അത് പൂർത്തീകരിക്കുവാൻ ജാഗ്രതയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ആ പണി പൂർത്തീകരിക്കുവാൻ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാൻ, ചില പ്രത്യേക പണിക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ അത് ചെയ്തെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും.
ഹല്ലേലൂയ. അതിനായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ദൈവം നമ്മളെല്ലാം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.